നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വി പ്രകാശിന്റെ വീട് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് സന്ദർശിച്ചില്ല എന്നുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ VD സതീശനോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി M സ്വരാജ് പോലും വി പ്രകാശിന്റെ വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമായി സംസാരിക്കുകയും എന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടം വരെ പോകാനിതെന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് ഷൗക്കത്ത് അങ്ങോട്ടേക്ക് പോകേണ്ടത്, എന്തിനാണ് പോണത് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ്, വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾക്ക് കൊടുത്തത്. VD സതീശന്റെ ആ പ്രതികരണം കേട്ട് സത്യത്തിൽ മാധ്യമങ്ങൾ പോലും, ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അതായത് അന്തരിച്ച ആ ഒരു വി പ്രകാശിന്റെ വീടിനോടും അല്ലെങ്കിൽ ആ വീട്ടുകാരോടും UDFന് എത്രത്തോളം കരുതലുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ അവർക്ക് ഈ പറയുന്ന UDF കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും എന്ന് നമ്മൾ VD സതീശനിലൂടെ കണ്ടു. ആരാണ് വി പ്രകാശ്? വി പ്രകാശ് എന്ന് പറയുന്നത് UDFന്റെ നിലമ്പൂരിലെ മുൻ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുത്തിട്ടുള്ള പല വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മാത്രവുമല്ല ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി പ്രകാശ് എന്ന് പറയുന്ന ആ ഒരു വലിയ മഹാനായിട്ടുള്ള ആ ഒരു നേതാവിന്റെ വലിയൊരു ഒരു അണികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ നിരാശപ്പെടുത്തിയിരിക്കുന്നു VD സതീശന്റെ ഈ പ്രതികരണം എന്നുള്ളതാണ്. അതായത് പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകൻ തുടങ്ങി ഏത് മത്സരിക്കാൻ നിൽക്കുന്ന നേതാവിന് വരെ എത്രത്തോളം വിലയുണ്ട് ഈ പാർട്ടിയിൽ UDFൽ എന്ന് എന്തായാലും VD സതീശന്റെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് അന്തരിച്ച വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനു പോകണം എന്ന് VD സതീശൻ പറയുമ്പോൾ സത്യത്തിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകൾ പോലും ഒരുപക്ഷെ ചിന്തിച്ചു കാണും, നാളെയൊക്കെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഒരാൾക്ക് ഇത്രയാണ് പരിഗണന കൊടുക്കുന്നതെങ്കിൽ, ആ കുടുംബത്തിനോട് ഇങ്ങനെയാണ് അവർ കാണിക്കുന്നതെങ്കിൽ, പിന്നെ നാളെയൊക്കെ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല. ആര്യടൻ ഷൗക്കത്തിനെ പോലെ ഒരാളെ UDFന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിർത്തുമ്പോൾ ആദ്യം ആര്യടൻ ഷൗക്കത്ത് പോകേണ്ടത് ആ വീട്ടിലേക്ക് തന്നെയാണ്. വി പ്രകാശിന്റെ ഭാര്യയോട് സംസാരിക്കേണ്ടതാണ്. വി പ്രകാശിന്റെ ഭാര്യയുമായി സംസാരിച്ച്, മക്കളുമായി സംസാരിച്ച്, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കേണ്ട ആളാണ് ആര്യടൻ ഷൗക്കത്ത്. പക്ഷേ അത്തരം ഒരു കാഴ്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ തട്ടിക്കയറുകയല്ല വേണ്ടതെന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ്. എന്തായാലും അവിടെ വി പ്രകാശിന് വലിയ രീതിയിലുള്ള അണികളുണ്ട്, വി പ്രകാശ് പക്ഷം അവിടെയുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി പ്രകാശ് ഒരു ഗ്രൂപ്പ് അവര് മൊത്തത്തിൽ ഇടതു നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും വി പ്രകാശിന്റെ മകൾ നന്ദന ഈ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അത് ഞാനൊന്ന് വായിക്കാം. ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന നന്ദന ഇട്ട പോസ്റ്റും ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് അന്നത്തെ ആ പോസ്റ്റ് പോകുന്നത്. അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ല. ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എന്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന്. ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛന്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട്. അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും. ആ ഓർമ്മകൾ മാത്രം മതി എന്റെ അച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ എന്നതായിരുന്നു നന്ദന ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്ന് എന്താണ് നന്ദന കുറിച്ചിരിക്കുന്നത്? അച്ഛനില്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പ്, മിസ് യു അച്ഛ എന്നാണ് നന്ദന കുറിച്ചിട്ടുള്ളത്. ഇതൊരു സൂചനയാണ്. മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഞാൻ പറയാം. UDFന് സംഭവിച്ച, UDF നേതാക്കൾക്ക് സംഭവിച്ച അമളികളെ പറ്റി കൂടി ഞാൻ ഒന്ന് പറയാം. വി പ്രകാശിനെ പോലുള്ള ഒരാളുടെ കുടുംബത്തെ പിണക്കരുതായിരുന്നു. ആ കുടുംബത്തിനോടൊപ്പം പോയി നിന്ന് ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കണമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതൊന്നും ചെയ്തില്ല UDF നേതാക്കൾ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വി പ്രകാശിന്റെ കുടുംബവും വി പ്രകാശിന്റെ മക്കളും ഒക്കെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ക്ഷീണം ചെയ്യില്ല എന്ന ഒരു വിലയിരുത്തലായിരുന്നു UDF നേതാക്കൾ. അതൊക്കെ നിങ്ങൾക്ക് വലിയ ഒരു വള്ളിയായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം VS ജോയിയാണ്. VS ജോയിയെ പോലെ ഒരാളെ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും എന്ന് PV അൻവറിന് ഉറപ്പ് നൽകിയിരുന്നു എന്ന് PV അൻവർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോഴും അത് ഒരു തെറ്റാണ്, അതൊരു കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു UDF നേതാവും രംഗത്തേക്ക് വന്നില്ല. മാത്രവുമല്ല PV അൻവറിനെതിരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് പോലും കൊടുത്തില്ല. എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്തത്? അതുകൊണ്ട് തന്നെ VS ജോയി പക്ഷം ഇടറിയാണ് നിൽക്കുന്നത്. VS ജോയിയെ നിർത്തും എന്ന് VS ജോയും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ആ ഗ്രൂപ്പും വലിയ തിരിച്ചടിയായി മാറും ഷൗക്കത്തിന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവർ അവിടെ നടത്തിയിട്ടുള്ള ചില രീതിയിലുള്ള പ്രചാരണങ്ങളാണ്. വർഗീയ കാർഡ് ഇറക്കി നിലമ്പൂരിലെ ജനങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു സംഘപരിവാർ രീതിയിലുള്ള ഒരു വോട്ടുപിടുത്തത്തിന് ശ്രമം നടത്തി UDF. അതൊക്കെ നിലമ്പൂരിന്റെ കുഞ്ഞാലിയുടെ മണ്ണിൽ, നിലമ്പൂരിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വേദന ചെറുതൊന്നുമല്ല. എന്തൊക്കെ രീതിയിലുള്ള പെരുന്നുണകളാണ് ജയിക്കാൻ വേണ്ടി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ നടക്കുന്ന
നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സെമി ഫൈനലിൽ ജയിക്കുന്നതിന് വേണ്ടി UDF പറഞ്ഞത് കാണിച്ചു കൂട്ടിയത് എന്നൊന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഇതുവരെ ഇവർ നടത്തിയിട്ടുള്ള ആ പ്രചാരണ സമയത്തൊക്കെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളൊന്നും എടുത്തു പരിശോധിച്ചാൽ മാത്രം മതി. BJP-യുടെ ഏജന്റുമാരായി മാറിയ കോൺഗ്രസ് നേതാക്കൾ, അതായത് സംഘപരിവാറിന്റെയും RSSന്റെയും ഒക്കെ വലിയ രീതിയിലുള്ള വേണ്ടപ്പെട്ട ആളുകളാണ് CPM എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തി. ആ നീക്കങ്ങളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എണ്ണി പല കാര്യങ്ങളും പല വസ്തുതകളും പറഞ്ഞതോടുകൂടി തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ മൊത്തത്തിൽ വട്ടം തിരിഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രവുമല്ല, ലീഗിനെതിരെ ഷൗക്കത്ത് പറഞ്ഞിട്ടുള്ള നേരത്തെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നേ. അങ്ങനെ എത്രയോ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുമായി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധം ചെറിയൊരു വിഷയമാണെന്നാണോ VD സതീശനും സംഘവും വിചാരിച്ചിട്ടുള്ളത്? മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് അവർ മതരാഷ്ട്രവാദമല്ല ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ പോലും പൊട്ടിച്ചിരിച്ചു കാണും. എന്തായാലും നിലമ്പൂരുകാർ ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ടുള്ള ബന്ധത്തെ ചെറുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രവുമല്ല, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് നിങ്ങൾ കൂട്ടുപിടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുപിടിച്ചപ്പോൾ നിങ്ങൾ മഴവിൽ സഖ്യങ്ങളുമായി മുഴുവൻ എല്ലാ വർഗീയ പാർട്ടികളുമായി നല്ല ബന്ധത്തിലാണ് എന്ന കാര്യം കൂടി ആ നാട്ടിലെ എന്നല്ല കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ SUCI പല വനിതാ നേതാക്കളെയും ഒക്കെ കളത്തിലിറക്കി അവർ ആശമാരാണെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് നിങ്ങൾ ചില നാടകങ്ങൾ കളിച്ചു അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിച്ചത് എങ്ങനെയാണ്? ആശമാർ കളത്തിലിറങ്ങിക്കൊണ്ട് സൂസിമാരെ SUCക്കാരെ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആശമാർ അവിടുന്ന് രാഖി രാമാനം വിടുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ്? ഒരു ദിവസം മാത്രം അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് SUCI അവിടെ വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിട്ട് പിറ്റേ ദിവസം നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഓടി രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആശമാർ കളത്തിലിറങ്ങി അവരെ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് വലിയ വിനയായി മാറും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാം വലിയ രീതിയിലുള്ള തിരക്കുകളൊന്നും തുടക്കത്തിൽ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് തിരക്കുകൾ വന്നു തുടങ്ങുന്നുണ്ട്. എന്തായാലും ഈ 23-ാം തീയതി പുറത്തു വരാൻ പോകുന്ന റിസൾട്ട്, ആ റിസൾട്ട് പലർക്കുമുള്ള മറുപടിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നത് എടുത്തെടുത്തു പറയുകയാണ്. PV അൻവർ എന്ന് പറയുന്ന, അതായത് ധാർഷ്ട്യത്തിന്റെ അഹന്തയുടെ ആരൂപമായിട്ടുള്ള PV അൻവറിനും ഒപ്പം വ്യാജ കാർഡുകൾ ഇറക്കി, വർഗീയ കാർഡുകൾ ഇറക്കി അവിടെ ആ കളം പിടിക്കാൻ വേണ്ടി പല രീതിയിലുള്ള അധാർമിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവർക്കുമുള്ള അടികൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് എടുത്തെടുത്ത് പറയുകയാണ്. എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഈ ലോകം മുഴുവൻ, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അതായത് വർഗീയതയെ ഏത് രീതിയിൽ അവിടെ മതനിരപേക്ഷ മനസ്സ് കൈവിടാത്ത ആ ഒരു ജനത എടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. M സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷം വിജയിച്ചു എന്ന് പറയാതെ വയ്യ. കാരണം ഏതൊക്കെ കോണുകളിൽ നിന്നാണ് സത്യത്തിൽ M സ്വരാജിന് പിന്തുണ വന്നത്? അതായത് പല കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ രാഷ്ട്രീയം വെളിപ്പെടുത്തിക്കൊണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങൾക്കൊരു വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് M സ്വരാജിന് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ സ്വരാജ് ജയിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് കളത്തിലിറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നിലമ്പൂരിലെ കലാശക്കൊട്ടിലും നിലമ്പൂരിലെ പ്രചാരണ സമയത്തും ഒക്കെ ഇടതുപക്ഷത്തിന്റെ ആവേശം, മാരവം ഇതൊക്കെ സ്വരാജായിരുന്നു, നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പക്വതയോടെ ഈ ഒരു ഇലക്ഷനെ നേരിട്ട, മാധ്യമങ്ങളോട് വളരെ പക്വതയോടെ പ്രതികരിച്ച, എല്ലാ വിഷയങ്ങളും സസൂക്ഷ്മം പഠിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയ M സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെ എന്തായാലും നിലമ്പൂരുകാർ കൈവിടില്ല എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിന് മുമ്പേ നടന്നിട്ടുള്ള ഇലക്ഷനുകൾ അതെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇടതുപക്ഷം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും അവിടെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിനെങ്കിൽ പിന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു സിംഹരാജാവ് ഇറങ്ങുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ അവർക്കൊപ്പം നിൽക്കില്ലേ എന്ന ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. M സ്വരാജിനെതിരെ ഇതുവരെ ഒരു ആരോപണമോ ഒരു അഴിമതി കേസോ ഒന്നുമില്ല. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ആർക്കും ഉന്നയിക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൈശുദ്ധമായിട്ടുള്ള, മടിയിൽ കനമില്ലാത്ത നല്ല 916 സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ കളത്തിലിറക്കുമ്പോൾ എങ്ങനെയാണ് നിലമ്പൂരുകാർക്ക് ആ സ്ഥാനാർത്ഥിക്ക് സഭയിലേക്ക് എൻട്രി കൊടുക്കാതിരിക്കാൻ കഴിയുക? അതുകൊണ്ട് സഭയിലേക്ക് M സ്വരാജ് പോകട്ടെ എന്ന നിലപാട് നിലമ്പൂരുകാർ സ്വീകരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ബാക്കി 23-ന് നമുക്കറിയാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.